2025 ഞാൻ വായിച്ചതിൽ ഏറ്റവും മികച്ചതായിട്ട് തോന്നിയിട്ടുള്ള 10 പുസ്തകങ്ങളുടെ ബാക്കി 5 പുസ്തകങ്ങൾ നമുക്ക് ഈ ഒരു പാട്ടിൽ പരിചയപ്പെടാം. 6ാമത്തെയും 7ാമത്തെയും പുസ്തകങ്ങൾ ബെന്യാമിൻ എഴുതിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള 2 നോവലുകളാണ്. 6ാമത്തെ പുസ്തകം എന്ന് പറയുന്നത് ബെന്യാമിന്റെ മുല്ലപ്പൂ നിറമുള്ള പകലുകളാണ്. ഒരു അറേബ്യൻ രാജ്യത്ത് ആർജയായി ജോലി ചെയ്യുന്ന ആർജെ സമീറ എന്ന പെൺകുട്ടിയുടെ കണ്ണുകളിലൂടെ നമ്മൾ ഒരു യുദ്ധ കാലഘട്ടവും അവളുടെ കുടുംബവും അവളെ ചുറ്റിപ്പറ്റി കഴിയുന്ന ചില മനുഷ്യരുടെ ജീവിതം കാണുകയാണ്. അതാണ് മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്നീ നോവലിന്റെ പ്രധാന പശ്ചാത്തലം. എനിക്കൊന്ന് ഏതൊരു വായനക്കാരും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു പുസ്തകമാണ്. തീർച്ചയായിട്ടും ഒന്ന് വായിച്ചു നോക്കുക. 7ാമത്തെ പുസ്തകം ബെന്യാമിന്റെ മൾബറി എന്നോട് നിന്റെ സോർബയെ കുറിച്ച് പറയും എന്ന നോവലാണ്. പുസ്തകത്തിനും എഴുത്തിനും വായനയും ഒരുപാടധികം സ്നേഹിച്ച് അതിനുവേണ്ടി ജീവിച്ച് മരിച്ച ഷെൽവി എന്ന ഷെൽവിരാജ് എന്ന വ്യക്തിയുടെ ജീവിതത്തിലൂടെയാണ് ഈ ഒരു നോവൽ യാത്ര ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് പ്രിയപ്പെട്ടവരായിരുന്ന ചില മനുഷ്യരെ നമുക്ക് ഈ നോവലിൽ കാണാൻ സാധിക്കുന്നുണ്ട്. 3 വ്യത്യസ്തമായ കാലഘട്ടങ്ങളിലൂടെയാണ് ഈ ഒരു നോവൽ യാത്ര ചെയ്യുന്നത്. ഈ പുസ്തകത്തെ പറ്റി പറയുകയാണെങ്കിൽ പുസ്തകങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ നോവൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. തീർച്ചയായിട്ടും ഒന്ന് വായിച്ചു നോക്കുക. 8ാമത്തെ പുസ്തകം അബ്രീത ബാനുവിന്റെ ആമിന ടു ആൻഡ് ഫ്രം ഡൽഹി. പഠിക്കുവാനായിട്ട് തന്റെ നാട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്ന ആമിനയുടെ ജീവിതം, അവളുടെ പഠനം, വിദ്യാഭ്യാസം, തൊഴിൽ, അവളുടെ റിലേഷൻഷിപ്പ്, അവളുടെ കുടുംബം, ഇതൊക്കെയാണ് ഈ ഒരു നോവലിൽ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ കുഞ്ഞു പുസ്തകമാണ്, നമുക്ക് വളരെ പെട്ടെന്ന് വായിച്ചു തീർക്കാൻ പറ്റും. പക്ഷെ വായിച്ചു കഴിഞ്ഞാലും കുറെ നാൾ നമ്മുടെ ഉള്ളില് ആമിനയും ഈ നോവലിലെ ചില കഥാപാത്രങ്ങളും നമ്മുടെ കൂടെ ഉള്ളതായിട്ട് നമുക്ക് തോന്നും. അത്രമേൽ മനോഹരമായിട്ടുള്ള ഒരു കുഞ്ഞു പുസ്തകമാണ് അബ്രീത ബാനുവിന്റെ ആമിന ടു ആൻഡ് ഫ്രം ഡൽഹി. 9ാമത്തെ പുസ്തകം നിന്ന വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട്. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന നോവലിനേക്കാൾ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏറ്റവും പ്രിയപ്പെട്ട നിന്നോടാണ്. എന്റെ പ്രധാനപ്പെട്ട കാരണം കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്ന രീതി കൊണ്ടാണ്. അതിഥിയുടെ കഥാപാത്രത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും അതുപോലെ ശരൺ, പുതുതായിട്ട് വന്നിട്ടുള്ള രാഹുൽ എന്നീ കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പിച്ചിരുന്ന രീതി, അത് ഓരോ ഭാഗങ്ങളായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് എനിക്ക് ഒരുപാട് അധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു ഡീസന്റ് ആയിട്ടുള്ള വായന ഇപ്പം ഏതൊരു വായനക്കാരനും നൽകുന്ന ഒരു പുസ്തകമാണിത്. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് വായിച്ചിട്ടുള്ള ഒരു വായനക്കാരൻ അല്ലെങ്കിൽ വായനക്കാരിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പുസ്തകം വായിക്കാൻ ശ്രമിക്കുക. 10ാമത്തെ പുസ്തകം, അവസാനത്തെ പുസ്തകം എൻ മോഹനൻ സാറിന്റെ ഒരിക്കല്. ഞാനിപ്പം ദൈവത്തിന്റെ ചാരന്മാരെ പറ്റി പറഞ്ഞ പോലെ തന്നെ എന്നോട് എന്റെ ജീവിതത്തിൽ ഞാൻ വായിച്ചിട്ടുള്ള ഏറ്റവും മികച്ച കുറച്ച് പുസ്തകങ്ങളുടെ പേര് പറയാൻ ആവശ്യപ്പെട്ടാൽ അതിൽ ഏറ്റവും പ്രധാനമായിട്ടും ഞാൻ പറയുന്ന ഒരു പുസ്തകം ഒരിക്കലായിരിക്കും. അത്രമേൽ എനിക്ക് ഒരുപാടധികം പ്രിയപ്പെട്ട ഒരു കുഞ്ഞു മനോഹരമായിട്ടുള്ള പ്രണയ നോവലാണിത്. ഇത് നിങ്ങൾ ആരും ഇതുവരെ വായിച്ചില്ലെങ്കിൽ വലിയ നഷ്ടമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. തീർച്ചയായിട്ടും ഈ ഒരു പുസ്തകം വാങ്ങി വായിച്ചു നോക്കുക. അപ്പൊ ഞാൻ ഈ വർഷം വായിച്ച കുറച്ചധികം പുസ്തകങ്ങൾ എനിക്ക് ഏതൊരു വായനക്കാരനും വായിക്കാൻ സാധിക്കുന്ന, ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു 10 പുസ്തകങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഈ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പുസ്തകങ്ങളെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾ ഈ പുസ്തകം ഒന്നും വായിച്ചിട്ടില്ലെങ്കിൽ ഈ പുസ്തകം ഒന്ന് വായിക്കാൻ ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.